റേഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ശാന്തിവേള ദിനേഷ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മറ്റോ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മറ്റൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. മമ്മൂക്കയെക്കുറിച്ച് ഇപ്പോൾ കാര്യമായിട്ട് ഒന്നും ആരും അന്വേഷിക്കുന്നില്ല. 10-40 വർഷം സിനിമയിൽ നിന്നിട്ട് പോലും കുറച്ച് നാൾ സിനിമയിൽ നിന്ന് മാറി നിന്നാൽ പലരും അന്വേഷിക്കാതെയാവും, ക്രമേണ അന്വേഷിക്കാതാവും. ഇതൊക്കെ വളരെ വിഷമമുണ്ടാക്കുന്ന രീതിയിലാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വരുന്നതിൻ്റെ ഒരാകത്തുക എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ള രീതിയിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അത് കേട്ടപ്പോഴത്തേക്ക് എനിക്കും ആ രീതി തന്നെയാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ശരി, പക്ഷേ അവിടെ അത് ഇപ്പം ഈ പറഞ്ഞ അദ്ദേഹം പറഞ്ഞതിനോട് എനിക്കൊരു തിരുത്തുണ്ട്. തിരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്ന സമയത്ത് ഇപ്പോൾ ഓരോ മമ്മൂക്ക ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹം ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ പുറത്ത് അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നു. അത് എന്ത് തന്നെ ആയാലും അത് പൂർണ്ണമായിട്ടും അത് സുഖപ്പെട്ടിട്ട് വേണം അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് വരാനെന്നാണ് മമ്മൂക്കയുടെ ഓരോ ആരാധകരും കാത്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ശാന്തിവേള ദിനേഷ് പറഞ്ഞ കണക്ക് 10-40 കൊല്ലം അല്ലെങ്കിൽ 50 കൊല്ലത്തോളം സിനിമയിൽ നിലനിന്നിരുന്ന മമ്മൂക്കയായാലും ലാലേട്ടനായാലും, പ്രത്യേകിച്ച് മമ്മൂക്കയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അങ്ങനെ അദ്ദേഹം ഒരു 2, 3, 4 മാസം മാറി നിന്നാലൊന്നും അദ്ദേഹം സിനിമയിൽ നിന്ന് അദ്ദേഹത്തിനെ അങ്ങനെ മറക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ ശക്തരായിട്ടുള്ള ആരാധകരെന്ന് പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് കാര്യം മമ്മൂക്കയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം മമ്മൂക്കയുടെ വിജയ കാലഘട്ടങ്ങളിലും പരാജയ കാലഘട്ടങ്ങളിലും എല്ലാം മമ്മൂക്കയോടൊപ്പം ഉറച്ചു നിന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം 86 കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം മമ്മൂക്കയുടെ സിനിമയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ടുള്ള തിയേറ്ററിലുണ്ടായിട്ടുള്ള പരാജയങ്ങൾ ആ സമയത്ത് അല്ലെങ്കിൽ വേണ്ടുന്ന രീതിയിൽ വിജയം കിട്ടാതിരുന്ന കാലത്ത് പോലും മമ്മൂക്കയോടൊപ്പം ഉറച്ചു നിന്നിട്ടുള്ളതാണ് മമ്മൂക്കയുടെ ആരാധകർ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് വർഷങ്ങളായാലും ഇപ്പോൾ നമുക്കറിയാം ഒരു 2012 ശേഷം അല്ലെങ്കിൽ അവിടെ കുറച്ച് വർഷങ്ങളൊക്കെ മമ്മൂക്കയ്ക്ക് മോശമായിട്ടിരുന്നപ്പം പോലും അദ്ദേഹത്തിനെ വിട്ടുപോകാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഉറച്ചു നിന്നിട്ടുള്ള ആരാധകരാണ് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം പക്ഷേ ഇപ്പം ആദ്യം മമ്മൂക്ക എന്തുകൊണ്ട് സിനിമയിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ ചില യൂട്യൂബ് ചാനലുകളും അല്ലെങ്കിൽ ഓൺലൈനിൽ പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങളും ഒക്കെ അത്തരത്തിലുള്ള വാർത്തകൾ മമ്മൂക്കയ്ക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അത് ഇന്നതാണെന്നുള്ള രീതിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിന് ശക്തമായിട്ടുള്ള രീതിയിൽ വ്യക്തമായിട്ടുള്ള മറുപടിയൊന്നും പലരുടെയും ഭാഗത്തില്ലാത്തതുകൊണ്ട് ശക്തമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ കടുത്ത മമ്മൂക്ക ആരാധകർ, എന്നെപ്പോലുള്ള മമ്മൂക്ക ആരാധകർ ശക്തിയോടുകൂടി അതിനെ എതിർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ നമ്മൾ ക്രമേണ നമുക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ ചെറിയ ഇവരാരും ഊതിപ്പെരിപ്പിച്ചിട്ടുള്ള രീതിയിലൊന്നും അല്ല. എന്നാലും എന്തൊക്കെയോ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം തന്നെ നമുക്കറിയാം 72-73 വയസ്സ് അദ്ദേഹത്തിനുണ്ട്. അപ്പം ആ സമയത്ത് ഇപ്പം നമ്മളൊക്കെ പൊതുവായിട്ട് അംഗീകരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ അദ്ദേഹം പൂർണ്ണമായിട്ട് സുഖപ്പെട്ടിട്ട് സിനിമയിലേക്ക് വരട്ടെ. പക്ഷേ ഓരോ ദിവസവും നമ്മൾ ഓരോ ഫേസ്ബുക്കിൽ ഓരോ പേജ് തുറക്കുമ്പോഴത്തേക്ക് മമ്മൂക്കയുടെ ആരാധകർ നോക്കുന്ന എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കയുടെ പേജിലൂടെ അല്ലെങ്കിൽ മമ്മൂക്കയുടെ സുഹൃത്തുക്കളുടെ ആരുടെയെങ്കിലും പേജിലൂടെ മമ്മൂക്കയുടെ ഒരു റീ എൻട്രി അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു എൻട്രി സിനിമയിലേക്ക് വീണ്ടും ഉള്ള ഒരു എൻട്രിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു വാർത്ത വരുന്നു എന്നുള്ളത്. ഇപ്പം ഇടയ്ക്ക് 1-2 ഫോട്ടോസ് പലരുടെയും ചാനലിൽ കൂടെ അല്ലെങ്കിൽ പലരുടെയും ഫേസ്ബുക്ക് പേജുകളിലൂടെ പുറത്തു വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒട്ടുമിക്ക മാധ്യമങ്ങളും വളരെ വലിയ രീതിയിലുള്ള ആഘോഷമാണ് ഉണ്ടാക്കിയത്. മമ്മൂക്കയുടെ ഒരു ചിത്രം വരിക എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വ്യൂസ് ആണെങ്കിൽ പോലും നമുക്കറിയാം വളരെ വലിയ രീതിയിലുള്ള ഒരു വ്യൂസാണ്. അപ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാരെ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ശക്തരായിട്ടുള്ള മമ്മൂക്ക ഫാൻസുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീണ്ടും മമ്മൂക്കയുടെ ഒരു തിരിച്ചുവരവ് കാത്തിരിക്കുന്നത് മാത്രമല്ല, മമ്മൂക്കയുടെ ആ തിരിച്ചു വരുന്ന ദിവസം, അതായത് അദ്ദേഹം ഏത് ദിവസമാണോ സിനിമയിലേക്ക് വരുന്നത് ആ ദിവസം ഒരു ആഘോഷം തന്നെ ആക്കി തീർക്കും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവുമില്ല. ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നത് ഞാൻ മാത്രമല്ല, മമ്മൂക്കയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ലാലേട്ടൻ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരുടെയൊക്കെ ആരാധകർക്ക് അറിയാവുന്ന ഒരു ഒറ്റ കാര്യം എന്ന് വെച്ചാൽ മമ്മൂക്ക ഏത് ദിവസമാണ് ഇപ്പോൾ വീണ്ടും സിനിമയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് മമ്മൂക്ക ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ മമ്മൂക്ക അറ്റൻഡ് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്ത അതുതന്നെയായിരിക്കും. മമ്മൂക്കയുടെ അല്ലെങ്കിൽ രാജാവിൻ്റെ എൻട്രി എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ പറഞ്ഞ ഫേസ്ബുക്കിലാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്കറിയാം അല്ലാതെ നമ്മുടെ ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള മറ്റ് മാധ്യമങ്ങളായാൽ പോലും എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വാർത്തകളുടെ രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇമേജിൻ്റെ രീതിയിലായാലും ഒരു പിക്ചറിൻ്റെ രീതിയിലാണെങ്കിൽ പോലും എല്ലാവരും കൂടുതൽ എനിക്ക് തോന്നുന്നത് ആഘോഷിക്കാൻ പോകുന്നത് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശാന്തിവേള ദിനേഷ് ആയാലും മറ്റൊരാളായാലും ഇപ്പോൾ ഒരു 40 വർഷം അല്ലെങ്കിൽ 50 വർഷം സിനിമയിൽ അഭിനയിച്ച മമ്മൂക്കയെ പോലുള്ള ഒരാൾ 3-4 മാസം സിനിമയിൽ നിന്ന് മാറി നിന്നാൽ അദ്ദേഹത്തിനെ മറക്കുന്ന ആരാധകരല്ല മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം. കാര്യം ഒന്നും കണ്ടോണ്ടല്ല അദ്ദേഹത്തിനെ സ്നേഹിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് ഇന്നും നിലനിൽക്കുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അദ്ദേഹം സിനിമയിൽ ഇപ്പം അദ്ദേഹത്തിന് 2 സിനിമ ഈ വർഷം ഇറങ്ങി. അടുത്ത കളങ്കാവൽ എന്ന് പറയുന്ന ഒരു സിനിമയുടെ റിലീസാണ് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് മമ്മൂക്ക തൽക്കാലം ഒന്നും
സിനിമയിൽ നിന്ന് മാറി നിന്നെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ മറക്കുന്ന ആരാധകരൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ ആരാധകർ. അത്തരത്തിലുള്ള രീതിയിൽ ചിലപ്പം ശാന്തിപിള്ള ദിനേശ് ചിന്തിച്ചെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാകുന്ന ഇപ്പം നസീർ സാറിനെയും മധു സാറിനെയും അല്ലെങ്കിൽ സോമനെയും സുകുമാരനെയൊക്കെ പോലുള്ള ഒരുപാട് മുൻനിരയിൽ നിന്ന് നായകന്മാർക്ക് വീഴ്ച ഉണ്ടായപ്പം അവരെ കളഞ്ഞിട്ട് പോയിട്ടുള്ള ചില ആരാധകരെ മാത്രമേ ശാന്തിപിള്ള ദിനേശ് കണ്ടിട്ടുണ്ടാവൂ. അത്തരത്തിലുള്ള ശാന്തിപിള്ള ദിനേശിന് അത്തരത്തിലുള്ള കാര്യങ്ങളെ അറിയാവുള്ളൂ. പക്ഷെ അത് വെച്ചിട്ട് മമ്മൂക്കയോടുള്ള സ്നേഹത്തിനെ അല്ലെങ്കിൽ അതിൻ്റെ അളവ് നിശ്ചയിക്കാൻ വേണ്ടി ശാന്തിപിള്ള ദിനേശ് ശ്രമിക്കേണ്ട. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പേരെടുത്ത് പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ അത്തരത്തിലുള്ള രീതിയിൽ ആരും മമ്മൂക്കയോടുള്ള സ്നേഹത്തിൻ്റെ അളവ് പോലും നിശ്ചയിക്കാനൊന്നും ഒരു മനുഷ്യനും വളർന്നിട്ടില്ല എന്ന് തന്നെയാണ് വളരെ ആധികാരികമായി ഞാൻ ഈ കാര്യത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ എന്തായാലും മമ്മൂക്കയുടെ ഒരു എൻട്രി വീണ്ടും സിനിമയിലേക്ക് ഉണ്ടാവട്ടെ. ആ ദിവസം ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് മമ്മൂക്ക ആരാധകരെ പോലെ ഞാനും കാത്തിരിക്കുന്നു. താങ്ക് യു.